ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ഇങ്ങനെ വലിച്ചു നീട്ടുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റെഡ്മി പാഡ് 6 പറ്റിയ ഒരു ഫ്ലിപ്പ് കവർ ഉണ്ട്. ഞാനത് നമ്മുടെ ആമസോണിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫ്ലിപ്പ് കവർ എന്ന് പറയുന്നത്. വളരെ അടിപൊളി പാക്കിങ്ങോടെയാണ് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അൺബോക്സിങ് കാണാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പാക്കറ്റ് പൊട്ടിച്ച് നോക്കി, പക്ഷേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഒന്നുകൂടെ ഒരു അൺബോക്സിങ് ഒന്നുകൂടെ എടുക്കുന്നതെന്ന് മാത്രം. അപ്പോൾ അത്രക്കും നല്ല പാക്കിംഗ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഇവിടെയൊക്കെ ഈ സീലിങ് ഇത് നല്ല പാക്കിങ്ങോടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഇതേ ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് നിന്നത്. റോബസ്ട്രിയോൺ എന്നുള്ള ബ്രാൻഡിൻ്റെയാണ്. കണ്ട. അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ആക്കാം. ഗൈസ്, ഒരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. ഇതിനകത്തൊരു സ്പോഞ്ച് ഉണ്ട് കേട്ടോ. ആ സ്പോഞ്ച് എടുത്ത് മാറ്റുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബാക്ക് ഒരു ഹണി കോംബ് ഡിസൈനാണ്. ഈ ഹണി കോംബ് ഡിസൈൻ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊരു പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ഈ സ്റ്റൈലസ് വെക്കേണ്ട ഒരു ഭാഗം, പിന്നെ ആ മാഗ്നറ്റിക് സ്ട്രിപ്പിൻ്റെതും എല്ലാം ഉണ്ട്. പിന്നെ നമ്മളടുത്ത് ഈ ഒരു മൈക്കിൻ്റെ ഒരു ഓപ്ഷൻ, 2 മൈക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ. അതിലൊരു മൈക്കിൻ്റെ ഇതാണ്. ആ മൈക്ക് അതുവഴി ഈ സൗണ്ട് അതിലൂടെ കിട്ടിക്കോളും. പിന്നെ അത് വോളിയം ബട്ടണിൻ്റെയാണ്. അതിന് മേളിൽ തന്നെയാണ് ഈ മാഗ്നറ്റ് വരുന്നത്. ആ ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള സംഭവം അന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ നമ്മുടെ സ്പീക്കറിൻ്റെയും മറ്റേതിൻ്റെയൊക്കെ ഉള്ള ഗ്യാപ്പാണിത്. നല്ലൊരു അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണിത് തന്നെ പറയാനായിട്ട്. നമുക്ക് ആ വോളിയം ബട്ടണൊക്കെ അമർത്തി കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ തന്നെ അതിലോട്ട് ആയിക്കോളും. അപ്പോൾ നല്ല ഒരു രീതിയിലാണിത് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഒട്ടും മോശമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നല്ലൊരു അടിപൊളി ബിൽഡ് ക്വാളിറ്റിയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഫ്ലിപ്പ് കവർ ഒരു അടിപൊളി സാധനമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതൊരു മാഗ്നറ്റിക് സ്ട്രിപ്പാണ് ഇതിലുള്ളത്. ട്രൈഫോൾഡ് തന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. കണ്ടോ? ഇതിൻ്റെ ഈ ഹണി കോംബ് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ടാബ് നന്നായിട്ട് ഹീറ്റ് ആകുമ്പോഴത്തേക്ക് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹണി കോംബ് ഡിസൈൻ വെച്ചിട്ടുള്ളതിനായിട്ട്. എല്ലാവരും കണ്ടല്ലോ, ഇതാണ് നമ്മുടെ റോബസ്ട്രിയോണിൻ്റെ നമ്മുടെ ഒരു പാഡ് 6 ഫ്ലിപ്പ് കവർ എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിനുണ്ടായിരിക്കുന്നത് തന്നെ. ഇതിൻ്റെ വിസിബിൾ സ്ക്രീൻ ഡയഗണൽ എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. അതായത് 28 സെൻറ്റിമീറ്ററാണ് പറയുന്നത്. പിന്നെ ഈ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വെച്ചാൽ ഈ പോളി യൂറത്തേൻ മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹാർഡാണ്, പെട്ടെന്ന് ഇതായത്. പിന്നെ ഭയങ്കര സോഫ്റ്റും ആണെന്നും പറയാം. കുറച്ച് നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ കുറച്ച് ഈസിയാണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ 220 ഗ്രാംസ് ആണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്. അതുപോലെ ഇത് ക്യാരി ചെയ്യാനും കുറച്ചുകൂടെ ഈസിയാണെന്ന് ഞാൻ പറയാനായിട്ട്. ഇതിൽ തന്നെ സ്ട്രോങ് മാഗ്നറ്റ് ഉണ്ട്. അതായത് ഞാൻ കുറച്ച് മുന്നേ ഒരു വീട്ടിൽ ഞാൻ കാണിച്ചു തരില്ലേ. കാരണം ഈ ഒരു എൻഡിൽ മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കണ്ടോ, പെട്ടെന്ന് നമ്മൾ അടുത്ത് എത്തുമ്പോൾ തന്നെ ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ മാഗ്നറ്റിക് സ്ട്രിപ്പാണ്. ഇത് ട്രൈഫോൾഡ് എന്നാണ്. അതായത് ട്രൈഫോൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് 3 മടക്കുക. 1 2 3 ഈ 3 മടങ്ങിനെ ട്രൈഫോൾഡ് എന്ന് പറയുന്നത് തന്നെ. പിന്നെ ഇവിടെ തന്നെ ഇതൊരു ഹണി കോംബ് ഡിസൈനാണ്. നല്ല കർവ്ഡ് എഡ്ജസ് ആണ് ഇതിൻ്റെ എല്ലാം. അതുകൊണ്ട് തന്നെ ഒട്ടും മോശം പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് നമ്മുടെ സ്റ്റൈലസ് വെക്കേണ്ട ഒരു ഏരിയയാണ്. നമ്മുടെ ടാബുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. പിന്നെ റോബസ്ട്രിയോൻ്റെ ഒരു ലോഗോ വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ട് തന്നെ അവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയും ഉണ്ടായിരിക്കും. പിന്നെ ഇത് ഗ്രിപ്പ് കിട്ടാനും അടിപൊളിയാണ്. ബാക്ക് സൈഡും അതുപോലൊരു ഫിനിഷിംഗ് ആണ്. ഒരു നല്ലൊരു ഗ്രിപ്പുള്ളൊരു ഫിനിഷിംഗ് ആണ്. ഫ്രണ്ട് വൈസ് നോക്കുമ്പോഴത്തേക്കും അടിപൊളിയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ Xiaomi പാഡ് 6 എന്ന് പറയുന്നത്. ഇത് മേടിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ബാക്ക് കവർ ഞാൻ മേടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അറ്റ് ലാസ്റ്റ് ഇപ്പോഴാണ് ഞാനൊരു ബാക്ക് കവർ മേടിച്ചത്. അപ്പോൾ ഇതാണ് നമ്മൾ അതിൽ വയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ വയ്ക്കാം. ഓക്കെ, ഏതാ ആണോ നല്ലേ.
ഇതിൻ്റെ ഫ്ലിപ്പ് കവർ ഓപ്പൺ ആക്കുമ്പോഴത്തേക്കാണ് സ്ക്രീൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്നത്. ഇത് സ്റ്റൈലസ് വയ്ക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് സ്റ്റൈലസ് പെർഫെക്റ്റ് ആയിട്ട് വെക്കാവുന്നതാണ്. പിന്നെ ഇത് മാഗ്നറ്റ് വരുന്ന ഏരിയ ആണ്, അതുകൊണ്ട് സൂപ്പറായിട്ട് ഇത് അടയുകയും ചെയ്യും നന്നായിട്ട്. കണ്ടല്ലോ, ഇതാണ് ആ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അവിടെ വന്നിട്ട് തൊട്ടിക്കൊള്ളുന്നതിന്. അപ്പോൾ മൊത്തത്തിൽ ഇതൊരു അടിപൊളി സംഭവമാണെന്ന് തന്നെ പറയാം. നല്ല ക്വാളിറ്റിയും ഉണ്ട്, ട്രൈഫോൾഡ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇത് നമുക്ക് ഇതിങ്ങനെ പിന്നിലോട്ട് മടക്കിയിട്ട് നമുക്കിതുപോലെ വെക്കാനും സാധിക്കും. അത് നമുക്ക് ഇതുപോലെ നമുക്കൊരു സ്റ്റാൻഡിങ് പൊസിഷനിൽ വെക്കാനായിട്ട് സിനിമ കാണുന്നതിന്, അല്ലാതെ നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതിനാണെങ്കിലും ഇങ്ങനെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പെർഫെക്റ്റ് ഫ്ലിപ്പ് കവർ ആണെന്ന് തന്നെ പറയാം. പിന്നെ മുകളിൽ നിന്ന് സ്റ്റൈലസ് എടുത്ത് നമുക്ക് അവിടെ നിന്നുണ്ട് വർക്കും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് ടൈപ്പിങ് എന്തെങ്കിലുമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു പൊസിഷനിലാണ് പെർഫെക്റ്റായിട്ട് തന്നെ ആ ഒരു ഇതിലിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. അത് നമുക്കൊരു സൂപ്പറായിട്ട് നമുക്ക് ഈ ഓഫീസ് വർക്ക്സ് അല്ലാതെ വീട്ടിലെന്തെങ്കിലും വർക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട് ഈസിയാണ്. പിന്നെ ഇതുപോലെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കാനും കെയർ ചെയ്ത് കൊണ്ടുപോകാൻ നല്ലൊരു ഗ്രിപ്പിങ്ങും ഭയങ്കരമായിട്ട് ഈ സ്മഡ്ജസ് ഒന്നും അങ്ങനെ വരാത്ത ഒരു കവറാണെന്ന് കൂടെ തന്നെ പറയാം കേട്ടോ ഇതിനെ. അപ്പോൾ ഗൈസ്, ഇതാണ് ഈ നമ്മുടെ Xiaomi Pad 6ൻ്റെ ഫ്ലിപ്പ് കവറിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത് മേടിച്ചാൽ നിങ്ങൾക്ക് ഒരു നഷ്ടമല്ല, നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും മേടിച്ച് നോക്കുക. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ, ടാറ്റാ.